ഫേസ് ക്രീം എടുത്തെന്നാരോപിച്ച് 70-കാരിയെ കമ്പിപ്പാര കൊണ്ടടിച്ച് വാരിയെല്ല് പൊട്ടിച്ച മകൾ അറസ്റ്റിലായി. 30-കാരി നിവ്യ സ്ഥിരം കുറ്റവാളിയെന്നാണ് പോലീസ് പറയുന്നത്. കൊലക്കേസിൽ, ലഹരി ഇടപാടിൽ, കിഡ്നാപ്പ് കേസിലടക്കം പ്രതിയായിട്ടുള്ള നിവ്യക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരമുള്ള നടപടികൾക്കും സാധ്യതയുണ്ട്. ഇവർ പിടിയിലായത് വയനാട്ടിലെ ഹോം സ്റ്റേയിൽ ഒളിവിൽ കഴിയവെയാണ്. കേവലം ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിലാണ് കൊച്ചിയിൽ അമ്മയെ മകൾ ക്രൂരമായി മർദ്ദിച്ചത്. അത് വലിയ ഗൗരവത്തോടു കൂടി തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. പോലീസും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പനങ്ങാട് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ടോടുകൂടി, അതായത് അമ്മ ഫേസ് ക്രീം എടുത്തു മാറ്റിവെച്ചു എന്ന് ആരോപിച്ചാണ് മകൾ നിവ്യ കയർത്തു തുടങ്ങുന്നത്. ആ തർക്കം പിന്നീട് വലിയ സംഘർഷത്തിലേക്കും അല്ലെങ്കിൽ കലുഷിതമായിട്ടുള്ള അവസ്ഥയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. തുടർന്ന് നിവ്യ അമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു, മർദ്ദിക്കുന്നു. അതിനുശേഷം കമ്പിപ്പാറ ഉപയോഗിച്ച് അടിക്കുകയാണ്. ആ അടിയിൽ അമ്മയുടെ വാരിയെല്ലിന് പൊട്ടലേൽക്കുന്നുണ്ട്. ഒപ്പം തലയ്ക്ക് ചെറിയ പരിക്കും ഏൽക്കുകയാണ്. തുടർന്ന് നാട്ടുകാരാണ് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തുടർന്ന് പോലീസിൽ പരാതി ലഭിക്കുന്നു. പോലീസ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കേസ് എടുത്തു എന്ന് വ്യക്തമായതോടുകൂടി നിവ്യ ഒളിവിൽ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിവ്യ എവിടെയെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി, വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തി. അങ്ങനെയാണ് നിവ്യ വയനാട്ടിലുണ്ട് എന്ന് പോലീസ് സംഘത്തിന് വ്യക്തമാകുന്നത്. തുടർന്ന് പോലീസ് അവിടെ എത്തുമ്പോൾ അവിടെ ഒരു ഹോം സ്റ്റേയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു നിവ്യ. നിവ്യയെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഒപ്പം 10 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. എന്തായാലും അവരെ കസ്റ്റഡിയിലെടുത്ത് പനങ്ങാട്ടേക്ക് കൊണ്ടുവന്നു. പനങ്ങാടെത്തിച്ച് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റും രേഖപ്പെടുത്തി. നിവ്യക്കെതിരെ നിരവധി കേസുകൾ ഉണ്ട് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. 2020 ഒരു കൊലക്കേസിൽ നിവ്യ പിടിയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഈ 2 കേസുകളും ഉണ്ടാകുന്നത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. കൂടാതെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള കേസാണ്. അത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലഹരി പദാർത്ഥങ്ങൾ നൽകി എന്നത് സംബന്ധിച്ചുള്ള കേസായിരുന്നു. അതിൽ 4 പ്രതികൾ ഉണ്ടായിരുന്നു. അതിൽ 2ാം പ്രതിയായിരുന്നു നിവ്യ. അങ്ങനെ ഈ കേസുകളിലൊക്കെ തന്നെ നിവ്യ അറസ്റ്റിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പനങ്ങാട് പോലീസ് സംഘം നൽകുന്ന വിവരങ്ങൾ. ഈ നിവ്യയുടെ ക്രിമിനൽ പശ്ചാത്തലം കേട്ട് പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നിവ്യയുടെ അമ്മ ആ വീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമായിരുന്നു എന്നും പോലീസ് സംഘം പറയുകയാണ്. ഈ സംഘർഷവും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കയർക്കലും തർക്കവും അടിപിടിയും ഒക്കെ സ്ഥിരമായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന് വ്യക്തമായതോടുകൂടി, അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ കൂടി ബോധ്യമായതോടെ ഗൂണ്ട ആക്ട് പ്രകാരം കാപ്പ ചുമത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും അക്ഷരാർത്ഥത്തിൽ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മയെ മകൾ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്നു. അതോടൊപ്പം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി കൂടിയാണ് ഈ നിവ്യ. ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നതാണ് കൊച്ചി സിറ്റിയിലെ പനങ്ങാട് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം എസ് ജാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.